കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് മോർണിംഗ് ഡ്യൂവിന്റെ പ്രഭാത ധ്യാനം മുടങ്ങിയിരിക്കുകയായിരുന്നു. അത് എനിക്ക് നേരിട്ടതായ ചില സാങ്കേതികമായ തടസ്സങ്ങൾ, കമ്പ്യൂട്ടറിന്റെയും മറ്റും പ്രശ്നങ്ങളാണ് മോർണിംഗ് ഡ്യൂ മുടങ്ങുവാൻ കാരണം. എങ്കിലും കഴിഞ്ഞ ദിവസം നമുക്ക് ഈ പ്രഭാത ധ്യാനം പുനരാരംഭിക്കുവാൻ തക്കോണം കർത്താവ് സഹായിച്ചല്ലോ. പുതിയ ഒരു വർഷത്തിലേക്ക് 2024 നമ്മൾ പ്രവേശിച്ചിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് ഒരു വേദഭാഗം വായിച്ച് ധ്യാനിക്കുവാനാണ് ഇന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. സെക്കരിയാവിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനു വേണ്ടി മാരി പെയ്ച്ചു കൊടുക്കും. ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മരുഭൂമി വളരെ ഏറെ ഉള്ളതായ ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. അവർക്ക് സ്വാഭാവികമായ ജലസ്രോതസ്സുകളേക്കാൾ അധികമായി അവരുടെ കൃഷിക്കു വേണ്ടി അവർ ആശ്രയിക്കുന്നത് മഴയാണ്. 2 രീതിയിലുള്ള മഴ ഇസ്രയേലിൽ പെയ്യാറുണ്ട്. ആ മഴയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് പിന്മഴയെക്കുറിച്ചാണെങ്കിൽ മറ്റു വേദഭാഗങ്ങളിൽ മുൻമഴയെക്കുറിച്ചും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ശീതകാലം അഥവാ വിന്ററിനും വേനൽക്കാലത്തിനും ഇടയിൽ പെയ്യുന്ന മഴയാണ് ഫോമർ റെയിൻ, മുൻമഴ എന്ന് പറയുന്നത്. എന്നാൽ ശീതകാലത്തിന് ശേഷം അഥവാ വിന്ററിന് ശേഷം സ്പ്രിംഗ് ടൈമാണ് ഉള്ളത്. ആ സ്പ്രിംഗ് ടൈമിൽ പെയ്യുന്ന മഴയാണ് പിന്മഴ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ശീതകാലം എന്ന് പറയുന്നത് മഞ്ഞ് നിറഞ്ഞ് ഐസൊക്കെ നിറഞ്ഞു കിടക്കുമ്പോൾ കാണാൻ വളരെ ഭംഗിയാണെങ്കിലും പച്ചപ്പുകൾ എല്ലാം നശിച്ചു പോകും. ഇലകളെല്ലാം കൊഴിഞ്ഞ് വൃക്ഷമെല്ലാം ഉണങ്ങി നിൽക്കുന്നതായ ഒരവസ്ഥ രീതിയിൽ മുമ്പത്തെ ഒരു അനുഭവം ഉണ്ടാകുമോ എന്ന് നമ്മൾ സംശയിക്കുന്നതായ ഒരു കാഴ്ചയാണ് വിന്ററിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ വിന്ററിന് ശേഷം ഉണ്ടാകുന്ന ഈ പിന്മഴ കാര്യങ്ങളെ വ്യത്യസ്തമാക്കും. ഉണങ്ങിപ്പോയ സസ്യങ്ങൾ പൂർവാധികം ശക്തിയോടെ പൊട്ടുമുളയ്ക്കാൻ തുടങ്ങും. വീണ് ഉണങ്ങിപ്പോയ വിത്തുകൾ അത് സ്പ്രൗട്ട് ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ പിന്മഴ പുതിയ ആരംഭങ്ങളുടെയും രൂപാന്തരത്തിന്റെയും കാരണമാകുന്ന മഴയാണ്. ഇവിടെ സക്രിയ പ്രവാചകൻ ജനത്തോട് പറയുന്നു, പിന്മഴയ്ക്ക് വേണ്ടി യഹോവയോട് അപേക്ഷിപ്പീൻ. കാരണം ദൈവമാണ് മഴ പെയ്യ്ക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം മഴ പെയ്യിപ്പിക്കുന്നവനാണെന്ന് വ്യക്തതയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആളുകൾ കൃത്രിമ മഴ പെയ്യ്ക്കുവാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ പലപ്പോഴും പരാജയപ്പെടുന്നു, വേണ്ട പ്രയോജനം കിട്ടുന്നില്ല. ദൈവത്തിന് മാത്രമേ മഴ പെയ്യ്ക്കുവാൻ കഴിയത്തുള്ളൂ. യിരെമ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ജാതികളുടെ മിഥ്യാമൂർത്തികളിൽ മഴ പെയ്യിക്കുന്നവർ ഉണ്ടോ? അല്ല, ആകാശമോ വർഷം നൽകുന്നത്? ഞങ്ങളുടെ ദൈവമായ യഹോവേ, അത് നീ തന്നെ അല്ലയോ? നിനക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇവയൊക്കെയും നീ സൃഷ്ടിച്ചിരിക്കുന്നത് നീയല്ലോ എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, ദൈവത്തിന് മാത്രമേ മഴ പെയ്യ്ക്കാൻ ഒക്കത്തുള്ളൂ. അതിനർത്ഥം ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പുതിയ ആരംഭങ്ങളും രൂപാന്തരങ്ങളും നൽകുവാൻ കഴിയത്തുള്ളൂ. പക്ഷേ ദൈവം ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമായാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളിൽ പുതിയ ആരംഭങ്ങളും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളിൽ പുതിയ രൂപാന്തരങ്ങളും ഉണ്ടാകും. അതെ, ഈ 2024 നിങ്ങളിൽ പുതിയ ആരംഭങ്ങളും പുതിയ രൂപാന്തരങ്ങളും ഉണ്ടാകട്ടെ. അതിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും ഈ വർഷം 2024 പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പുതിയ ആരംഭങ്ങളുടെയും രൂപാന്തരങ്ങളുടെയും ഒരു വർഷമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Have a nice day. God bless you all.